മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉപയോഗിക്കാതെ കിടക്കുന്നത് കോടികൾ. 906.35 കോടി രൂപയാണ് CMDRFന്റെ അക്കൗണ്ടിൽ ഇനി ശേഷിക്കുന്നത്. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ മാത്രം 663 കോടി രൂപയാണ് അക്കൗണ്ടിലേക്ക് എത്തിയതും. ഈ കോടികൾ ചെലവഴിക്കാതെ കേന്ദ്രത്തെ പഴിചാരുകയാണ് സംസ്ഥാന സർക്കാർ. ശാലിനി വിശദാംശങ്ങളുമായി ചേരുന്നു. ശാലിനി, ഇത്രയധികം രൂപ ദുരിതാശ്വാസ ഫണ്ടിൽ ഉണ്ടായിട്ട് പോലും അതിൽ നിന്നും സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്ത് കാരണം കൊണ്ടാണ് ഈ സർക്കാർ ചെലവിടാത്തത്? 2018-19 പ്രളയകാലത്ത് CMDRF അക്കൗണ്ടിലേക്ക് വന്നത് ഏകദേശം 4970 കോടി രൂപയാണ്. സ്വാഭാവികമായും അതിനുശേഷം കൊറോണ വന്ന സമയത്തും CMDRFിലേക്ക് ഒഴുകിയെത്തിയത് കോടികളാണ് എന്നുള്ളതാണ് നമുക്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അവിടെയും ഒഴുകിയെത്തിയത് ഏകദേശം 1129 കോടി രൂപയാണ്. പിന്നീട് വയനാട് ദുരന്ത പശ്ചാത്തലത്തിലാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ആളിക്കത്തുകയും ചെയ്യുന്നത്. അതിൽ കേന്ദ്രം സഹായിക്കുന്നില്ല, കേരളത്തിന് ഫണ്ടില്ല, അല്ലെങ്കിൽ ഉള്ള ഫണ്ടുകളെല്ലാം സഹായത്തിനായി എടുത്തു എന്നൊക്കെയാണ് പല മന്ത്രിമാരും ഒപ്പം തന്നെ സർക്കാരും അവകാശപ്പെടുന്നത്. പക്ഷേ വയനാട് ദുരന്തം ഉണ്ടായ പശ്ചാത്തലത്തിൽ ജൂലൈ മാസം മുതൽ ഇന്നലെ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 663.89 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത്. ഇതിൽ 7.65 കോടി രൂപ മാത്രമാണ് വയനാട് ജില്ലാ കളക്ടർക്കായി അലോട്ട് ചെയ്തിട്ടുമുള്ളത്, അല്ലെങ്കിൽ അവർ വകയിരുത്തി നൽകിയിട്ടുമുള്ളത്. ബാക്കി പണം എല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തുടരുകയാണ്. യാതൊരു രീതിയിലും ആ പണം എടുത്ത് ചെലവഴിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അടിയന്തരമായി തന്നെ ഈ പെട്ടിമുടി ദുരന്തവും അതിനുശേഷം മറ്റ് ദുരന്തങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവകാശപ്പെട്ടത് അടിയന്തരമായി പുനരധിവാസം നടത്തുമെന്നുള്ളതായിരുന്നു. വയനാട് ദുരന്ത പശ്ചാത്തലത്തിലും സർക്കാർ അവകാശപ്പെട്ടത് അത്തരത്തിലാണ്. ഉടൻ തന്നെ ഭൂമി കണ്ടെത്തി അവർക്ക് താമസിക്കാൻ വീടുകളടക്കം വെച്ച് നൽകും, അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നടക്കം പണം ചെലവഴിക്കുമെന്നുള്ളതാണ്. പക്ഷേ നാളിതുവരെയായിട്ടും ഏകദേശം 3 മാസത്തിലധികമായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ തലത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുനരധിവാസം വയനാട്ടിൽ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്ന ഒരു സാഹചര്യം, കൃത്യമായവർക്ക് സഹായം ഉൾപ്പെടെ നൽകാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഇവിടെയാണ് കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ അത് കേന്ദ്രം പണം നൽകാതെ കുറ്റപ്പെടുത്തുകയാണ് എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നവർക്കുള്ള മറുപടി നമ്മൾ നൽകേണ്ടത്. ഏകദേശം ഇത്രയും നാൾ വന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണത്തിന്റെ മുഴുവൻ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 1000-ലധികം കോടി രൂപയാണ് സർക്കാർ ചെലവഴിക്കാതെ തുടരുന്നത്. എന്നിട്ടാണ് കേന്ദ്രത്തോട് സഹായം ചോദിക്കുകയും കേന്ദ്രം അപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള പണം ഉപയോഗിക്കട്ടെ, അതിനുശേഷം എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് കേന്ദ്രം നൽകാമെന്നുള്ളത്. പക്ഷേ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു പിടിവാശി തുടരുന്നത്. എന്തിനാണ് ഈ പണം ഇത്തരത്തിൽ ദുരിതാശ്വാസ നിധിയിൽ, പ്രത്യേകിച്ച് വലിയ രീതിയിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി സംസ്ഥാനത്തെ സഹായിക്കണം, ദുരന്ത ബാധിതരെ സഹായിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ കോടികളാണ് ഒരു രീതിയിലും മനക്കാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അങ്ങനെ തന്നെ തുടരുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തുടരുകയാണ്. ഈ ഘട്ടത്തിൽ ഇനി എന്ത് നടപടി സർക്കാർ സ്വീകരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് ശാലിനി, കാരണം വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്, നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്.